കൊല്ലത്തിന്റെ മണ്ണിൽ 62ാമത് കലോത്സവം അതിങ്ങനെ അരങ്ങ് വാണുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോഴത് ഒരു കുട്ടി നാടോടി നൃത്തം കലാകാരിയുണ്ട് നമ്മോടൊപ്പം. എന്തായാലും അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. മോളെ പേരെങ്ങനെയാ? എൻ്റെ പേര് സിയാൻ മരിയ ഷാജി. എവിടുന്നാ വരുന്നത്? ഞാൻ കണ്ണൂർ ജില്ല. കണ്ണൂരിൽ നിന്നാണ് കൊല്ലത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ സിയാൻ മരിയ ഷാജി. സിയാൻ മരിയ ഷാജി, ചെറിയ പേരൊന്നുമല്ല, വലിയ പേരാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്? പ്രതീക്ഷിച്ച പോലെ ഒക്കെ തന്നെ ചെയ്യാൻ പറ്റുമോ? നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഗ്രേഡ് ഉണ്ട്. നമ്മൾ റിസൾട്ട് അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും റിസൾട്ട് വെയിറ്റിംഗ് ആണ്. വിചാരിച്ചതിനെക്കാട്ടിലും അപ്പുറം ചെയ്യാൻ പറ്റിയെന്നാണ് സിയയുടെ ഒരു അഭിപ്രായം. അപ്പൊ നല്ല സുന്ദരിയാണ്. എത്രയാണ് പഠിക്കുന്നത്? ഞാൻ 10th-ലാണ്. അപ്പൊ ഇനിയും കലോത്സവ വേദികളൊക്കെ നമുക്ക് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ടൈമാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കോമ്പറ്റീഷൻ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നല്ല ടൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അത് കണ്ടാലോ? കേരളത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സിയയുടെ വക ഒരു നാടോടി നൃത്തം. ഓക്കെ. ഏതോ നാട്ടിൽ നടന്ന കഥയാണേ ഇത്, ഏതു നാട്ടിലും നടക്കും കഥയാണേ. മുലപ്പാല് മണക്കുമീ കഥയിലുണ്ടേ മുന്നാഴി ദുഃഖത്തിൽ താരാട്ട് താരാട്ട്. 9 നെയ്യൊത്ത കരളാണല്ലോ കരികല്ലിൽ കഥമനയും കൽപ്പണിക്കാർ. 9 പേർക്കുമായി വെച്ചു വിളമ്പുന്ന നാരിമാർ 9നും കരളൊന്നല്ലോ. തമ്പുരാൻ കോട്ടയ്ക്ക് ഗോപുരം തീർക്കുവാൻ 9 പേരുമായി ഒത്തുകൂടി. മറിച്ചും പണിതു നോക്കി കല്ലുറയ്ക്കുന്നില്ല കാര്യമെന്തേ. ഉപ്പെഴുന്നോന്റെ വെളിപാട് കേട്ട് 8 പേർ ഞെട്ടി തരിച്ചു നിന്നു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ ചെമ്പേരി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദിയുണ്ട് കേരളത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി, പ്രേക്ഷകരുടെ മുന്നിലെ ഇങ്ങനൊരു അവതരണവുമായി വന്നതിന്. അതായത് ഒരു അമ്മയുടെയും കുട്ടിയുടെയും കഥയാണ്. അതെ, അമ്മയുടെയും കുട്ടിയുടെയും കഥയല്ല, ONV കുറുപ്പിന്റെ അമ്മ എന്ന കവിതയാണ് അവതരിപ്പിച്ചത്. എന്തായാലും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അമ്മയാണോ? അതെ, അമ്മയുടെ മുഖത്ത് കാണാനുണ്ട് ആ ഒരു ചിരി. അപ്പൊ എന്തായാലും നമുക്ക് ഗ്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് മോള്. എന്തായാലും നല്ല ഗ്രേഡ് തന്നെ ലഭിക്കട്ടെ. ഇപ്പോൾ 10ലാണ്. ഇനി 2 വർഷം കൂടി നമുക്ക് കലോത്സവ വേദികളിൽ കാണാൻ സാധിക്കും സിയക്കുട്ടീനെ. അപ്പൊ കൈലാഷിന്റെ വക ഒരു ചെറിയ സമ്മാനം കൂടി തരട്ടെ. കൈലാഷിന്റെ പ്രേക്ഷകരാണ് മോൾക്ക് തരുന്നത്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായി പഠിക്കുക. അടുത്ത കലോത്സവ വേദികളിൽ വീണ്ടും കാണാം. ഓക്കെ, ശരി.